ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പൊ വീഡിയോ കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. അപ്പൊ സാധാരണ പോകുന്നതിലും കുറച്ച് മുമ്പ് തന്നെ ഇന്ന് സ്കൂളിലോട്ട് പോകണം. അപ്പൊ അരമണിക്കൂർ മുമ്പേ വണ്ടി വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വേദൂട്ടി ഞാൻ വേഗം ഒന്ന് എണീപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പൊ ഉറക്കത്തിൽ നിന്ന് എണീറ്റതിന്റെ ഒരു മപ്പിലാണ് വേദൂട്ടി. വേഗം സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിക്കോളും. മടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുളിക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഋതിക്കുട്ടിക്ക് അംഗൻവാടിയിൽ പോകണം. ഋതിക്കുട്ടി 9 മണിക്കും വേദൂട്ടിക്ക് 8 മണിക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ യൂണിഫോമും എല്ലാം തന്നെ അയൺ ചെയ്ത് രാവിലെ തന്നെ വെച്ചിട്ടുണ്ട്. വൈറ്റ് യൂണിഫോം ആണ്. അപ്പോൾ വേദൂട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വൈറ്റ് യൂണിഫോം കുറേ കാലത്തിന് ശേഷമാണ് ഇടുന്നത്. കാരണം മഴ ആയതുകൊണ്ട് തന്നെ വൈറ്റ് യൂണിഫോം ഒഴിവാക്കിയിരിക്കുകയാണ് ബുധനാഴ്ച. ഇനി അടുത്ത മാസം മുതലാണ് വൈറ്റ് യൂണിഫോം ഇടുള്ളൂ. അപ്പോൾ വേദൂട്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദൂട്ടി പോയതിന് ശേഷമാണ് ഇനിയിപ്പോൾ വൃതിക്കുട്ടിനെ റെഡി ആക്കുകയുള്ളൂ. വൃതിക്കുട്ടിക്ക് പിന്നെ 9 മണിക്ക് പോയാൽ മതി. റെഡി ആയി കഴിഞ്ഞു അല്ലേ? അങ്ങനെ വേദൂട്ടി റെഡിയായ ശേഷം തലയൊക്കെ ഞങ്ങൾ 2 ഭാഗത്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഫ്ലാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുത്തിക്കൊടുക്കുകയാണ്. ഇന്ത്യൻ്റെ ചെറിയൊരു ഫ്ലാഗ് വാങ്ങി ഡ്രസ്സിൽ കുത്താനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ കുത്തിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൃതിക്കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കും ഇതുപോലെ കുത്തണം അമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുത്തിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. വൃതിക്കുട്ടിക്ക് പോകുമ്പോൾ കുത്തിത്തരാട്ടാ, വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. സമയം ഏത് പോവാൻ? അമ്മയാവട്ടെ. വിശക്കണമൊന്നുമില്ലല്ലോ, ഒരു ദോശയല്ലേ കഴിച്ചിട്ടുള്ളൂ. ഓടി കളിക്കണ്ട, ഡ്രസ്സിൽ അഴുക്കാക്കണ്ട കേട്ടോ വേദു. കുറേ ആയില്ലേ വൈറ്റ് ഇട്ടിട്ട്. ഇന്നൊന്നും വരില്ല, കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും. 11:30 ഇങ്ങോട്ട് വരും. അപ്പോൾ വേദൂട്ടി റെഡി ആയിട്ട് വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി 1/2 മണിക്കൂറിൽ മുമ്പേ വരുന്നു. ഓൾറെഡി തലേ ദിവസം തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 1/2 മണിക്കൂറിൽ മുമ്പേ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി വന്ന ശേഷം വേദൂട്ടി കയറി പോവുകയാണ്. ഏകദേശം 7:50 വണ്ടി വന്നിട്ടുണ്ട്. 11 മണി വരെയാണ് പരിപാടി. അപ്പോൾ വേദൂട്ടിനെ പറഞ്ഞയച്ച ശേഷം ഇനി വൃതിക്കുട്ടിനെ റെഡിയാക്കിയിട്ട് പോകണം. വൃതിക്കുട്ടിക്ക് 9 മണിക്കാണ്, 9:30 ഫ്ലാഗ് ഉയർത്തൽ. അപ്പോൾ അങ്ങനെ വേദൂട്ടി പോയിട്ടുണ്ട്. അങ്ങനെ വേദൂട്ടിയും പോയ ശേഷം ഞാൻ വൃതിക്കുട്ടിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് സുമേഷ് ചേട്ടനും പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സമയം ഏകദേശം 9 മണി ആവാനായിട്ടുണ്ട്. ഞാൻ വേഗം ഒന്ന് വൃതിക്കുട്ടിനെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേനും ധ്യാനവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. വൃതിക്കുട്ടിനെ അംഗൻവാടി കാണാനായിട്ട് ധ്യാനവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കൂടെ റെഡി ആയി വന്ന ശേഷം പുറത്ത് വന്നിട്ട് ഒരു 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരുടെ. അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം ഇനി നേരെ അംഗൻവാടിയിലോട്ട് പോകണം. വൈകിയെന്നാണ് വിചാരിച്ചത്, വൈകിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് നേരത്തെ ആയിരുന്നു. അപ്പോൾ വൃതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഫ്ലാഗൊക്കെ പിടിച്ച് പോകാൻ. രണ്ടുപേർക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ 2 പേരും കൂടെ കയ്യിലൊക്കെ പിടിച്ച് വൃതിക്കുട്ടിൻ്റെ അംഗൻവാടിക്ക് ഏട്ടനെ കൊണ്ടുപോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് വൃതിക്കുട്ടി. 2 പേരും കൂടെ കൈ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അംഗൻവാടി. ഓൾറെഡി ഞാൻ വൃതിക്കുട്ടിൻ്റെ അംഗൻവാടിക്ക് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിച്ചോ? ഇപ്പൊ കിട്ടുന്നവരെ വേണമെന്നായി, ഇപ്പൊ കെട്ടിയാ പോയ വേണ്ടെന്നായി. കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കണേ. മെയിൻ ഫോട്ടോ ടീച്ചർ
റെഡിയാ സെന്തിലാണ് അച്ഛനങ്ങനെ മടി റെഡിയാ സെന്തിലാണ് അച്ഛനങ്ങനെ മടി മക്കൾ ഞങ്ങൾ ഇന്ത്യ എൻ്റെ രാജ്യം ഇത് നമ്മുടെ വൃതിക്കുട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. പ്രകൃതി എന്നാണ് പേര്. വൃതിക്കുട്ടൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ അംഗൻവാടിയിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോയത് അത്തിക്കോടാണ്. അമ്മൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ പോയത്. ഞാനും അമ്മയും അനിയനും അനിയൻ്റെ വൈഫും കുട്ടികളും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഓട്ടോനാണ് പോയിട്ടുണ്ടായിരുന്നത്. വണ്ടി സർവീസിന് കൊടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോനാണ് കേട്ടോ പോയത്. കുട്ടികൾക്കാണെങ്കിൽ ഓട്ടോന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേനും എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളാണ് കുറച്ചധികം തന്നെ വൈകിട്ടുണ്ടായിരുന്നത്. മേമന്മാരും മാമന്മാരും അമ്മായിമാരും മക്കളും കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോയതും കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ വന്ന കാര്യത്തിലോട്ട് പോവുകയാണ്. നമ്മളന്ന് വന്നിട്ടുള്ളത് പൂജയാണ്. ഇന്ന് അമ്മൻ്റെ ആങ്ങളെ മരിച്ചിട്ട് ഏകദേശം 2 വർഷമായി. അപ്പോൾ നമ്മളിങ്ങനെ വർഷം പൂജ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയി എല്ലാവർക്കും പൂജ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അമ്മൻ്റെ അമ്മയ്ക്കും അച്ഛനും കൂടെ ചേർത്തിട്ടാണ് പൂജ ചെയ്യുന്നത്. ഈ ഫോട്ടോയിലുള്ളത് സുമേഷേട്ടനാണ് കേട്ടോ. സുമേഷേട്ടൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണ്. സുമേഷേട്ടൻ്റെ അമ്മായും മേമയൊക്കെയാണ് അങ്ങനെ പൂജ ചെയ്യുന്നത്. സുമേഷേട്ടൻ്റെ വലിയ മാമനാണ്. വലിയ മാമനായത് പൂജ ചെയ്യുന്നത്. നല്ലോണം പൊങ്ങിനു എല്ലാം നല്ലോണം പൊങ്ങിണ്ടോ. മന്ദിര വെള്ളം അങ്ങനെ അങ്ങനെയല്ല വലിയേട്ടാ. എല്ലാം 3 പ്രാവശ്യം അവിടെ ഇങ്ങനെ വെക്കി. അവിടെ ഇങ്ങനെ വെച്ചോളെ. ഇങ്ങനെ ഇങ്ങനെ ഒട്ടോ കുറിയിട്ട് കൊടുക്ക് 3 ആൾക്കും കുറിയിട്ട് കൊടുക്കും. ഈ റിമോട്ട് കൊടുക്കും. അങ്ങനെ പൂജ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് പൂജ. ദോശ അതുപോലെ തന്നെ വട അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ ശേഷം അവർക്ക് കൊടുത്ത ഫുഡ് തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പ്രസാദമായി തരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ദോശയും അതുപോലെ തന്നെ ചോറും സാമ്പാറും ചിക്കൻ കറിയും പായസവും പപ്പടം അങ്ങനെയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഏകദേശം ഒരു 3 മണിക്ക് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.